കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ലോകത്തിൽ വന്ന സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചപ്പോൾ ഏതോ കുറച്ചുപേരുടെ മാത്രം ജയമല്ലത്. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചപ്പോൾ മരണം പ്രശ്നമായിരിക്കുന്ന സകല മാനവജാതിക്കും വേണ്ടിയാ യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. യേശു പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങിയത് ഏതോ ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ലോകത്തുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയാ. കർത്താവായ യേശു ക്രിസ്തു ഒരു കൂട്ടരുടെ അല്ല, സകലരുടെയുമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ 2000 വർഷം മുമ്പ് കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു അങ്ങനെ ഇന്നും പ്രവർത്തിക്കാൻ തയ്യാറാണ്. മറ്റൊരാളിൽ ഇങ്ങനെ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായി വിശ്വസിച്ചാൽ, ഇന്ന് എന്റെ യേശുവിനെ എനിക്ക് തൊടാൻ കഴിയും, യേശുവിലൂടെ എനിക്ക് പ്രാപിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ, ഒരു വിശ്വസിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്തുമാത്രം ചെയ്യുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിയിലൂടെ കർത്താവ് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന ദൈവദാസൻ ഇത്ര ചെയ്തുള്ളൂ, ഇന്നയാൾക്ക് ഇത്ര രോഗികളെ സൗഖ്യമാക്കാനേ കഴിഞ്ഞുള്ളൂ, അത് നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്ന ഇനിയും വ്യക്തികളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് കഴിയും. അവരൊക്കെ അത്രയും ചെയ്തല്ലോ. ഇന്ന ദൈവദാസനെ കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ, ഇന്ന ദൈവദാസൻ ഇത്രയും പ്രസംഗിച്ചല്ലോ, ഇത്ര നിലവാരത്തിലുള്ള സൗഖ്യങ്ങൾ ചെയ്തല്ലോ. എന്നാൽ ഇന്ന് വരെ നടന്നതല്ല, അതിലും വലിയത് കർത്താവ് നമ്മളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. യേശു ഇങ്ങനെയാ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യുന്ന വലിയ കാര്യങ്ങളുടെ ഒരു പരിധിയുമില്ല. ഇതിന് നമ്മളാരും കണ്ടിട്ടില്ല. നമ്മളൊക്കെ പലപ്പോഴും ഓരോ പാറ്റേണിനകത്ത് പെടും. ഇപ്പോൾ നമ്മുടെ ക്രൂസൈഡിൽ ഇന്ന രീതിയിലുള്ള സൗഖ്യങ്ങൾ നടക്കും, കൈവെക്കുമ്പോൾ രോഗം മാറും, നമ്മൾ അവിടെ കൊണ്ടങ്ങ് ഇടുങ്ങുകയാണ്. അങ്ങനെയൊന്നുമല്ല. സ്ട്രീറ്റുകളിൽ നിഴല് വീണപ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും കൈകൾ വെക്കുമ്പോൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കർത്താവായ യേശു അത്ഭുതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ലോകമെങ്ങും കർത്താവിന്റെ പ്രവൃത്തി വിശാലമായിക്കൊണ്ടിരിക്കുക. കർത്താവ് അയച്ചിരിക്കുന്ന ഈ ശക്തമായ ഉണർവിൽ ഞങ്ങൾ മാത്രമല്ല, ഈ പ്രോഗ്രാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേവലം TV പ്രേക്ഷകരല്ല, നിങ്ങളും ഞങ്ങളും നമ്മൾ ഒന്നിച്ച വലിയൊരു പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ ചക്കുവള്ളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു TV പ്രേക്ഷക മീറ്റിംഗ് വെക്കുവാനിടയായി. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കാനുള്ള കാരണം, സൗദി അറേബ്യയിൽ ഉള്ള ഒരു കുടുംബം നമ്മുടെ ഈ പ്രോഗ്രാം നാളുകളായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരുടെ ഈ പ്രോഗ്രാം അവരുടെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിലേക്കാണ് നടത്തിയത്. ആ ബ്രദർ കുറെ നാളുകളായിട്ട് എന്നെ വിളിക്കുമായിരുന്നു, തോമസ് ഊട്ടി ബ്രദറെ, എന്റെ ദേശത്ത് ഒരു TV പ്രേക്ഷക മീറ്റിംഗ് വെക്കണം, എനിക്ക് ഈ TV പ്രോഗ്രാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് അത്ര അനുഗ്രഹമായി. അങ്ങനെ ഇവിടുന്ന് സഹോദരന്മാർ അവിടെ പോവുകയും അദ്ദേഹത്തിന്റെ ദേശത്തിന് സമീപത്തുള്ള ഒരു സ്ഥലം കണ്ടെത്തിയ ഒരു ഓഡിറ്റോറിയത്തിൽ വെക്കാനിടയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മീറ്റിംഗിൽ ചെന്നപ്പോഴാണ് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ പ്രോഗ്രാമിലൂടെ ചെയ്ത എത്രയോ അത്ഭുതകരമായ വിടുതലുകളാ കേൾക്കാനിടയായി തീർന്നു. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഭവം, ഒരു കിഡ്നി സ്റ്റോൺ ആയിരുന്ന ഒരു പിതാവ്, അദ്ദേഹം നമ്മുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തങ്കു ബ്രദർ TVയിലൂടെ പ്രാർത്ഥന മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ആയിരിക്കുന്ന ഒരു പിതാവിനെ കർത്താവ് തൊടുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ ഇറങ്ങിപ്പോയി. എത്ര അത്ഭുതമാണ് കർത്താവ് ചെയ്യുന്നതല്ലേ. വാസ്തവത്തിൽ ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് എത്രയോ ദിവസം കഴിഞ്ഞാ അത് നമ്മൾ TVയിലൂടെ കാണുന്നത്. എന്നാൽ കർത്താവിനെല്ലാം ആദിയിൽ തന്നെ അവസാനം അറിയാവുന്ന കർത്താവ് സകലം മുന്നമേ കണ്ടിട്ടുണ്ട്. ആ പിതാവ് അന്ന് TV വന്ന് കാണുമെന്നും അത് തന്റെ ജീവിതത്തെ മാറ്റുമെന്നും കർത്താവിനറിയാം. യേശുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വലിയ താല്പര്യം. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. ചിലര് പറയാറുണ്ട്, എന്തിനാ അത്ഭുതം അടയാളങ്ങൾ. എന്നാൽ കർത്താവിന്റെ ആ ക്രിയ കാണുമ്പോഴാണ് ആത്മാക്കൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവം പറയട്ടെ, എവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമോ അവിടെയാ അനേകർ യേശുവിലേക്ക് തിരിയുന്നത്. ഇന്ന് ഭാരതത്തിന് വിടുതൽ വേണോ? എല്ലാ ദൈവദാസന്മാരും തങ്ങളുടെ കൈകാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നാൽ ജീവിക്കുന്ന ഒരു കർത്താവിനെ ലോകം മനസ്സിലാക്കും. നമ്മുടെ നീണ്ട പ്രസംഗങ്ങളൊക്കെ നല്ലതാ, പക്ഷേ കർത്താവിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ അനേകർ കർത്താവിലേക്ക് വരുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ആ ചക്കുവള്ളിൽ നടന്ന അത്ഭുത സാക്ഷ്യങ്ങളും വിടുതലുകളും നമ്മൾ കേൾക്കാൻ പോവാം.
അവിടെ TV പ്രേക്ഷക മീറ്റിംഗിൽ നടന്നതും TV പ്രോഗ്രാമിലൂടെ നടന്നതുമായ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ ഒരു വലിയ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രോഗ്രാം ഏറ്റവും അധികം കർത്താവായ യേശുവിന് മഹത്വമായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൃപ നമ്മൾ ഓരോ സ്ഥലത്തും ദൈവപ്രവൃത്തികൾ നടക്കുവാൻ, അനേകരെ വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കേവലം ഒരു പ്രേക്ഷകരായിട്ടല്ല, നമ്മൾ ഒന്നിച്ച ഈ ശുശ്രൂഷ ചെയ്യുന്നത്. വളരെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇന്ന് വരെയും മുടക്കം കൂടാതെ നമ്മുടെ ഈ TV പ്രോഗ്രാം പോകാനുള്ള കാരണം അതിന്റെ സാമ്പത്തികമായ എല്ലാം നമുക്ക് ചർച്ചിൽ ഉള്ളത് കൊണ്ടല്ല. വാസ്തവത്തിൽ മറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഇതെല്ലാം മറ്റെല്ലാ ശുശ്രൂഷകളും ഇവിടെ സഭയിൽ നിന്ന് മിക്കവാറും സ്പോൺസർ ചെയ്ത് നടത്തുമ്പോൾ നമുക്ക് ഡെയിലിയുള്ള ഈ പ്രോഗ്രാം പലപ്പോഴും നടത്താൻ നമ്മുടെ കോട്ടയത്ത് നിന്നുള്ള റിസോഴ്സ് കൊണ്ട് സാധിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചതും കൊടുത്തതുകൊണ്ട് ഇന്ന് വരെ ഒരു മുടക്കം കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം നടന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, മിക്കവാറും എല്ലാ ദിവസങ്ങളിലെയും നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ സഹോദരി സഹോദരന്മാർ മുമ്പോട്ട് വന്നു. ഇന്ന് ചക്കുവള്ളിൽ നടന്ന ആ TV പ്രേക്ഷക മീറ്റിംഗ് ആ സഹോദരൻ സ്പോൺസർ ചെയ്തതുകൊണ്ടല്ലേ നടന്നത്. അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സാമ്പത്തികമായ നന്മ തന്നിട്ടുണ്ടെങ്കിൽ ഒരു TV പ്രോഗ്രാം ഒന്ന് സ്പോൺസർ ചെയ്ത് ഒരു TV പ്രോഗ്രാം നടത്തിയാൽ അനേകർക്ക് അത് വിടുതലായിരിക്കും. അതല്ല, നിങ്ങളുടെ ദേശത്ത് അവിടെ അടുത്തുള്ള ഒരു ടൗണിൽ നമ്മൾ TV പ്രേക്ഷക മീറ്റിംഗുകൾ നടത്തുന്നത് ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു ടൗണിലായിരിക്കും. നിങ്ങളുടെ ആ ടൗണിൽ യേശുക്രിസ്തുവിനെ ഒന്ന് ഉയർത്താനുള്ള ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്താൽ എത്ര